ഹലോ, നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ നാട്ടിൽ ഒരു എൻട്രൻസ് എക്സാം റദ്ദാക്കിയതിൻ്റെ പേരിൽ 22 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അതുമൂലം അവിടെ ഭയങ്കര കോലാഹലങ്ങളും പുകിലുകളൊക്കെ ഉണ്ടായി. ഒരുപാട് നല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയാൻ വന്ന കാര്യത്തിലേ ഉള്ളൂ. എക്സാം ക്യാൻസൽ ചെയ്തപ്പോൾ കുട്ടികൾ മരിച്ചെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞു. അതേസമയം മരിച്ചുകൊണ്ട് എന്നാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് യുവത്വങ്ങൾ നമ്മുടെ ഈ കാനഡയിലുണ്ട്. കാനഡയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും പല പല രാജ്യങ്ങളിലും ഉണ്ട്. അങ്ങനത്തെ ഒരു യുവത്വത്തിൻ്റെ ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോണത്. നിങ്ങൾക്കറിയാലോ, ഞാനൊരു ട്രക്ക് ഡ്രൈവറാണ്. ഞാൻ ഈ ട്രക്ക് ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും അതെ, നമ്മൾ ട്രക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിക്കുന്നതെന്ന് വെച്ചെങ്കിലും നമ്മുടെ ചെവിക്കകത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചിട്ട് കോൺഫറൻസ് ഒക്കെ ഇട്ടിട്ട് ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് പല ട്രക്ക് ഡ്രൈവർമാരും ഉറങ്ങാതെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ ഈ സംസാരിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സംസാരിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഒരുപാട് നല്ല നല്ല അറിവുകൾ കിട്ടും. നമുക്കാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വിളിച്ച് കണ്ടന്റുകൾ നമ്മളോട് സംസാരിക്കും. ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ കുറേ നുണയും പരദൂഷണവും പറയും. നാട്ടിലുള്ള പെണ്ണുങ്ങളെ പറ്റി അനാവശ്യം പറയും. അങ്ങനെ പലതും ഉണ്ടാവും. അറിയാലോ, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. എന്നാൽ ഒരു മുഖപരിചയം പോലും ഇല്ലാത്ത ചില സുഹൃത്തുക്കൾ സംസാരിച്ച് നല്ല പരിചയം ഉണ്ടാവും. വല്ല ഫംഗ്ഷൻ വെച്ച് കാണുമ്പോഴായിരിക്കും വന്ന് സംസാരിക്കുമ്പോഴാണ് ഓ നീ ഇന്ന ആളാണല്ലേ എന്ന് നമ്മൾ പറയണേ. കാരണം ഇവിടെ അങ്ങനെയാണ്. നമ്മൾ സംസാരിക്കുന്നു, നല്ല ടോപ്പിക്കാണ്, നമ്മുടെ മാനസികമായിട്ട് അടുപ്പുണ്ടെങ്കിൽ നമ്മൾ ആ ബന്ധം തുടർന്നുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ബന്ധം തുടർന്നു കൊണ്ടുപോകുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. ഇതേമാതിരി നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസ വന്ന് എന്താ പറയുക PR ഒക്കെ ആയതിനു ശേഷം ട്രക്ക് ഓടിക്കുന്ന ഒരു കൂട്ടുകാരൻ. അപ്പോൾ ആ കൂട്ടുകാരൻ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു, എടാ അത്യാവശ്യം പ്രായമൊക്കെ ആയില്ലേ, ഇനി കാര്യങ്ങളേക്ക് നോക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ഭായി, എൻ്റെ മൂത്തൊരു പെങ്ങളുണ്ട്, പെങ്ങൾ കെട്ടിയിട്ടില്ല, അതുകൊണ്ട് അത് കഴിയട്ടെ വെച്ചിട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇവൻ്റെ പെങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെ അപ്പോൾ പെങ്ങൾ എന്താ കെട്ടാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരാണല്ലോ വല്ല അഫെയറോ കേസോ എന്തുണ്ടെന്ന് പറഞ്ഞു. അതൊന്നുമല്ല, അത് ഭയങ്കര ഒരു വേറെ ടൈപ്പ് ഒരു സ്റ്റോറിയാന്ന് പറയാം. അപ്പോൾ ഈ പെങ്ങളാണ് ഇവന് ഇവിടെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തതും എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം ചോദിച്ചപ്പോൾ അങ്ങനെ ഇവൻ്റെ ആ ഒരു കഥ പറയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അപ്പൻ അത്യാവശ്യം നല്ലൊരു നാട്ടിലത്തെ ഒരു കർഷക, അടിപൊളി ഒരു എസ്റ്റേറ്റ് മുതലാളിക്കാണ്. പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അന്നത്തെ കാലത്ത് അമേരിക്കയിൽ പോകണം എന്നുള്ളത്. അപ്പോൾ പുള്ളി പൈസ മാത്രമേ ഉള്ളൂ, വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ആൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പക്ഷെ പുള്ളിയുടെ ആ ആഗ്രഹം അവിടെ പുള്ളി അങ്ങ് നിലനിർത്തി. അങ്ങനെ ആദ്യം ഉണ്ടായ മോൾക്ക് അമേരിക്കയിലത്തെ ഒരു പ്രൊവിൻസിൻ്റെ പേരിട്ടു. രണ്ടാമതുണ്ടായ ഈ ചെറുക്കനും കാനഡയിലത്തെ ഒരു പ്രൊവിൻസിൻ്റെ പേരാണ്. അങ്ങനെ ഈ മൂന്ന് മക്കൾക്കും ഓരോ അമേരിക്കയിലത്തും കാനഡയിലത്തെയും ഓരോ സിറ്റികളുടെ പേരൊക്കെ ഇട്ടിട്ടാണ് ഈ മനുഷ്യൻ വളർത്തുന്നത്. ചെറുപ്പം തൊട്ടേ, അതായത് നന്നായിട്ട് സ്നേഹിച്ച് മക്കളെ, വേറെ അലമ്പൊന്നുമില്ല, നല്ലൊരു അപ്പനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ സ്നേഹം കൊണ്ട്, അമിത സ്നേഹം കൊണ്ട് ഒരിക്കൽ പോലും ഈ കുട്ടികൾക്ക് ഇവരോട് നോ പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ മൂത്ത പെങ്ങള് 10ാം ക്ലാസ് കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ അപ്പൻ തന്നെ തീരുമാനിച്ചു, നീ നഴ്സിങ്ങിന് പോയാൽ മതി, നീ പോയാൽ മതി, അതും എവിടെ? കാനഡയിൽ. അങ്ങനെ ഈ ക്ലാവ് മെനക്കെട്ട് അവിടെ നിന്ന് പോരുകയാണ്. ഈ ക്ലാവിന് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്. പക്ഷെ അപ്പനോടുള്ള ആ ഒരു സ്നേഹം കാരണമുണ്ട്. അപ്പൻ അത്രയും പുള്ളി പറഞ്ഞു, ഏത് ഒരു വിറകുള്ളി എടുത്തിട്ട് പോലും ഞങ്ങളെ തല്ലേ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പൻ്റെ ഒരു ആഗ്രഹ സഫലീകരണം എന്നും പറഞ്ഞുകൊണ്ട് മോള് അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. സാധാരണ ആൾക്കാരെ പോലെയല്ല, പുള്ളിക്കാരത്തി ഇവിടെ വന്ന് ജോലിക്ക് പോകണു. ഓരോ ദിവസത്തെ ജോലിയുടെ സമയം എത്ര പോകുന്നുണ്ട്, എത്ര ഡോളർ കിട്ടുന്നുണ്ട്, ആ പൈസ നീ എന്താ പറയുക പല വഴിക്ക് വേറെ ചെലവാക്കുന്നുണ്ടോ, എല്ലാ കാര്യത്തിലും ഈ അപ്പൻ്റെ വ്യക്തമായ മോണിറ്ററിങ് നടക്കുകയാണ്. ആ കുട്ടി ജോലിക്ക് പോണു, അവളുടെ ബാങ്ക് അക്കൗണ്ട് അന്നത്തെ കാലത്ത് നാട്ടിലിരുന്നു കൊണ്ട് വരെ അപ്പന് ലോഗിൻ ചെയ്ത് കാണാന്നുള്ളതാണ്. പൈസ വരണു, പൈസ പോണു, അങ്ങനെ. അപ്പോൾ ആ കുട്ടീനെ ഇങ്ങനെ എന്താ പറയുക കറക്റ്റായിട്ട് പുള്ളി ഇങ്ങനെ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ കുട്ടിക്ക് PR ആയി. കുട്ടിക്ക് PR ആയി കഴിഞ്ഞു. ഉടനടി അപ്പൻ അടുത്ത ഡിമാൻഡ് എടുത്തിട്ടു, നീയാണ് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തുന്നത്. നിനക്കറിയാലോ, നീ നാളെ വേറെ വീട്ടിൽ കെട്ടിക്കയറി പോകാനുള്ളതാ. പക്ഷേ നമ്മുടെ ആൺപിള്ളേർ രക്ഷപ്പെട്ടാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സോ നീ അടുത്ത ടാർജറ്റ് കൊടുത്തു, നീ അനിയനെ കൊണ്ടുപോകണം. അങ്ങനെ അനിയനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളായി. അങ്ങനെ എന്താ പറയുക, അനിയനും ഇവിടെ എത്തി, ഉഷാറായ കാര്യങ്ങളൊക്കെയും.
ഈ ചേച്ചി ഇവിടെ നമ്മൾ എന്താ പറയാ ഈ ബലിയാടാവുക എന്ന് പറയല്ലോ. ഈ പുള്ളിക്കാരത്തിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡിപ്രഷനായി, ആൻസൈറ്റി ആയി, ലൈഫിൽ ഒരു ഇതുമില്ല. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും സ്വന്തം ലൈഫിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് അപ്പൻ സമ്മതിച്ചില്ല എന്നുള്ള ഒരു ഇതിൽ ഒരു എന്താ പറയുക, ഒരു പ്രതികാര മനോഭാവം എന്ന് പറയില്ലേ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ പെൺകുട്ടിക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയില് നമ്മൾ പറയില്ലേ, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറാന്ന്. ഞാനും ഫസ്റ്റ് തന്നെ വിചാരിച്ചേ. പക്ഷേ അവര് മായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെയും അവരെ കൊണ്ട് തൊടിയിച്ചിട്ടില്ല. ഒറ്റ ടാർജറ്റ് കൊടുത്തു, ആ ടാർജറ്റിൽ മാത്രം ഇവർ കൊണ്ടുപോയി. അപ്പോൾ അപ്പൻ ഇവിടെ വന്നു, അങ്ങനത്തെ കാലം കഴിഞ്ഞു, അപ്പൻ തിരിച്ചു പോയി, എല്ലാം വൃത്തിക്ക് നടന്നു, അപ്പൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നടന്നു. പക്ഷെ ഈ മകൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഈ അപ്പൻ അറിഞ്ഞില്ല. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചെങ്കിൽ പുള്ളിക്കാരത്തി ഇപ്പോൾ ഒരു നേഴ്സാണ്, പക്ഷെ ഈ ജോലിക്ക് പോകാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല, എന്നാ ഒരു ഇതിന് പോകണ്ടെന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട് ഈ പുള്ളിക്കാരത്തിയോട്, മോളെ എന്തായാലും PR കാര്യങ്ങളൊക്കെ ആയി, ഇവിടെ പഠിക്കാനോ വകുപ്പുണ്ട്, നിങ്ങൾക്ക് ഫീൽഡ് മാറാം. പക്ഷെ അപ്പൊ അത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ഇതിപ്പോ അങ്ങനെ പോട്ടെ ചേട്ടാ. ഇത്ര തന്നെ പറഞ്ഞതിന് വലിയ കാര്യമാണ്. കാരണം ഞാൻ സംസാരിക്കാനായിട്ട് നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഈ പുള്ളിക്കാരത്തി ഒരു രീതിയിലും നമ്മുടെ എന്താ പറയാ, നമുക്ക് ചെവി തരില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു മുൻവിധിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ കുറെ സംസാരിച്ചു, കല്യാണത്തെ പറ്റി സംസാരിച്ചു, അങ്ങനത്തെ സംസാരിച്ചു, മേഹ അടുക്കണില്ല. എൻ്റെ ലൈഫ് ഞാൻ വിചാരിച്ച മാതിരൊന്നും വന്നില്ല. ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോഴൊക്കെയാണ്. അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് ഇനി ഇതിങ്ങനെയാണ് പൊക്കോട്ടെ, ഇങ്ങനെ തീർന്നോട്ടെ. എന്നാൽ അപ്പൻ്റെ ആഗ്രഹപ്രകാരം ഇങ്ങനെയൊക്കെയായി. പക്ഷെ ഇവരുടെ അപ്പൻ്റെ മൂന്നാമത്തെ മകൻ അപ്പനെ ചതിച്ചു കേട്ടാ, ഉള്ളത് പറയാലോ. ആ ചെക്ക ഇപ്പോഴും നാട്ടിൽ തന്നെ ഉണ്ട്, അവൻ ഇങ്ങോട്ട് എത്തിയില്ല. അത് തളവകുപ്പൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളിത് കണക്ക് കൂട്ടുമ്പോൾ വെറുതെ ഒരു പെൺകുട്ടി ഇവിടെ വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിലിപ്പോ 22 കുട്ടികൾ ആത്മഹത്യ ചെയ്തില്ലേ ഒരു പരീക്ഷയുടെ ഇതിനകത്ത്. എല്ലാവരും കുറ്റപ്പെടുത്തി, രാഷ്ട്രീയക്കാര്, മറ്റോരും മറിച്ചോര്, തേങ്ങ വാങ്ങാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറയും, ആ 22 കുട്ടികളുടെ പേരൻസിന് നല്ല ഉത്തരവാദിത്തം ഉണ്ട് ഇതിനകത്ത്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ആണ് ആ കുട്ടികളെ ആത്മഹത്യക്ക് നയിച്ചത്. പരീക്ഷ 22 പേര് ആത്മഹത്യ ചെയ്തത്, 22 പേരിൽ 9 പേര് പരീക്ഷയ്ക്ക് മുമ്പേ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാ? ഈ പരീക്ഷ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇല്ല എന്നുള്ളൊരു ചിന്ത ഈ പേരൻസ് ഈ കുട്ടികളുടെ തലയിലേക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള പേരൻസ് ഇട്ടുകൊടുത്തതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യമാണത്. കുട്ടികളെ നമ്മൾ വളർത്തുന്ന സമയത്ത് വിജയം മാത്രമല്ല പരാജയവും. ഇപ്പം ഇത് വന്നപ്പോഴാണ് എനിക്ക് ഈ പെൺകുട്ടിയുടെ കേസ് എനിക്ക് ഇത്രയും ഇതായിട്ട് തോന്നിയത്. കാരണം ആ പെൺകുട്ടിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ടായിരുന്നു നാട്ടില്. പക്ഷെ അപ്പൻ്റെ ഒറ്റ വാശിപ്പുറത്ത് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടെ അവസാനിപ്പിച്ച് അവൾ ഇങ്ങോട്ട് പോന്നു. കുടുംബത്തിന് വേണ്ടി എന്നും പറഞ്ഞ മാതിരി ഇങ്ങനെ. എന്നാൽ ഇവിടെ വന്നിട്ട് അതിനുള്ള ഫ്രീഡം അനുഭവിച്ചോ? അതുമില്ല. അവിടെയും അപ്പം കറക്റ്റായിട്ട് എല്ലാം മോണിറ്റർ ചെയ്ത് പിടിച്ച് കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോഴാണ് ഇതല്ല ജീവിതം എന്നുള്ള സാധനം വരണം. അപ്പം അത്ര കാലം ഇത് ഉള്ളിൽ ഒതുക്കി വെച്ചു. ആ പെൺകുട്ടിക്ക് ഒരു പക്ഷേ അന്ന് ഇവിടെ വരാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ, IELTS എഴുതുകയോ കറക്റ്റ് സ്കോർ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതമ്മിൽ ചിലപ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്തേനെ. അതാണ് ഞാനിന്നിപ്പോൾ പറയാൻ വന്ന ഈ ഒരു കാര്യം. ഈ ഒരു നമ്മുടെ ഇപ്പം നടന്ന ഈ ഒരു സംഭവം ഈ കുട്ടിയുടെ ജീവിതം നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം കാരണം കൊണ്ട് നമ്മൾ മക്കളേക്ക് നമ്മൾ ദൈവം തന്നു സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമെങ്കിലും, പിന്നെ നമ്മുടെ എന്താ പറയുക, ആഗ്രഹം തീർക്കാനായിട്ട് നമ്മൾ അവരെ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത്. ആ പ്രഷർ കൊടുക്കരുത്. നീ ഡോക്ടർ ആവണം, നീ എഞ്ചിനീയർ ആവണം, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ, നീ ഡോക്ടർ ആയില്ലേ വീട്ടിൽ നിന്ന് പുറത്താക്കും. പല ഈവൻ കുഞ്ഞു കുട്ടികളോട് വരെ പറയും അല്ലേ, നമ്മൾ നീ മാർക്ക് മേടിച്ചില്ലെങ്കിൽ നിന്റെ അത് കട്ട് ചെയ്യും, ഇത് കട്ട് ചെയ്യും, മറ്റേത് മറിച്ച് എന്ന് പറഞ്ഞിട്ട് ഗെയിം കട്ട് ചെയ്യണു, നമ്മൾ TV ടൈം കട്ട് ചെയ്യണു, സൈക്കിൾ കട്ട് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. എന്ന് വെച്ച് പഠിക്കണ്ടെന്നല്ല ഞാൻ പറയണേ, പഠിക്കണം. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവാ. പണ്ട് ഫേസ്ബുക്ക് ഇറങ്ങിയ സമയത്ത് ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് ടീച്ചർ ഇങ്ങനെ നിൽക്കണു, കുരങ്ങൻ, പുലി, കടുവ, സിംഹം, ഇങ്ങനത്തെ കുറെ മൃഗങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ആ ക്ലാസ് ടീച്ചർ പറയണ, ഈ മരത്തുമ്മ കയറുന്ന ആളാണ് ക്ലാസ്സിലെ വിജയിന്ന്. കുരങ്ങൻ ചാടി കയറി അവിടെ എത്തി. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ കഴിവില്ല എന്നല്ല അർത്ഥം. സിംഹത്തിന്റെ കഴിവുണ്ട്, കാട്ടിൽ രാജാവാണ് സിംഹം അല്ലേ. പക്ഷെ എന്തുണ്ടായി, കുരങ്ങൻ ചാടി കയറിയിട്ട് മരത്തുമ്മ കയറിയപ്പോ കുരങ്ങൻ അവിടെ വിജയിച്ചു, തുള്ളിച്ചാടി. അപ്പൊ എന്ന് വിചാരിച്ച് കുരങ്ങനാണ് ഏറ്റവും വലുത്, ലോകത്തില് മോസ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ള കുരങ്ങനാന്ന് പറയാൻ പറ്റും? നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന അധ്യാപകരും
അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന എന്താ പറയുക വിദ്യാർത്ഥികളും അതുപോലെ മാതാപിതാക്കളും ഉള്ളതാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഇത്രയും പറയുന്ന ഞാൻ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും തനിക്ക് ഇത് പറയാം, തൻ്റെ മോനെ താൻ വല്ല എന്താ പറയുക ഡെയിലി വേജിന് വിടുവോ എന്ന് ചോദിക്കും. പറയാൻ പറ്റില്ല. നമ്മളൊരിക്കലും നമ്മുടെ മക്കളുടെ അരിക്കാശ് അല്ലെങ്കിൽ ചോറ് എവിടെ നിന്നാണ് വരേണ്ടത് നമുക്കൊരു ഉറപ്പില്ല. ഈ രാജ്യത്തേക്ക് വന്ന് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പൈലറ്റ്സ് വരെ ഒരു സമയമാകുമ്പോൾ ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ടേ അവർ വേറെ പണിക്ക് ഇറങ്ങും. മണിക്കൂറിന് $150 കിട്ടിക്കൊണ്ടിരുന്ന IT കാര്യത്തി ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് മെക്ഡൊണാൾഡ്സിൽ മാനേജറായിട്ട് എൻ്റെ കൂട്ടുകാരത്തി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്താ കാരണം എന്നറിയാം? സ്ട്രെസ് താങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഈ സ്ട്രെസ് താങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ വേറൊരു ഓപ്ഷനെ പറ്റി ചിന്തിക്കാനുള്ള ആ ഒരു ഇൻപുട്ട് ചെറുപ്പം തൊട്ടേ നമ്മുടെ തലയിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണം. അല്ലാതെ നീ ഇത്ര പഠിച്ചു, നീ ഇങ്ങനെയായി, നീ ഇനി ഡോക്ടറായേ പറ്റൂ, നീ എഞ്ചിനീയർ ആയേ ജീവിക്കണ്ടോ എന്ന് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ അധ്യാപകനോ അധ്യാപികയായിട്ട് പറ്റുള്ളൂ എന്ന് പറയുമ്പോഴാണ് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ വരണത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര് ഒരാൾ വിചാരിച്ചാൽ മതി ഒരു പരീക്ഷ അട്ടിമറിക്കാൻ പറ്റും. മനസ്സിലാണ്. പക്ഷെ ഒരു പരീക്ഷയല്ല നമ്മുടെ ലൈഫിനെ തീരുമാനിക്കുന്നത്. പണ്ടൊക്കെയും പറയും 10ാം ക്ലാസ്സാണ് നിന്റെ ജീവൻ തീരുമാനിക്കണേ, 10ാം ക്ലാസ്സാണ് ഭാവി തീരുമാനിക്കണേ, എന്തുട്ട് കോപ്പ തീരുമാനിക്കണേ, ഒന്നും തീരുമാനിക്കില്ല. അതൊക്കെ വെറും ക്ലീശ സാധനങ്ങളാ. ഇപ്പം അത് മാറി +2 ആയി, എൻട്രൻസ് ആയി, കാര്യങ്ങളായി. ഈ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും മാത്രം മതിയാണ് നമ്മുടെ ലോകത്ത്. കുറേ ഓപ്ഷൻസ് വേറെ കിടക്കുന്നുണ്ട് അല്ലേ? ഒന്നടയുമ്പോൾ അടുത്തത് ഉണ്ടാവും. അപ്പോൾ ആ സെക്കൻഡ് ചോയ്സ് അല്ലെങ്കിൽ ഒരു ഇത് പറ്റിക്കഴിഞ്ഞാലും നമുക്ക് അടുത്തതിൽ പിടിക്കാന്നേ, അല്ലെങ്കിൽ അടുത്ത വഴി നമുക്ക് നോക്കാന്നേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ പിന്നാലെ നിൽക്കണം. അപ്പോൾ ഞാനത് പറയുന്നത് ഞാനൊരു എന്താ പറയുക മറ്റേ പാർട്ടിക്കാരനോ അല്ലെങ്കിൽ BJP എതിരഭിപ്രായമോ UDF LDF ഒന്നും അല്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മളിപ്പോൾ കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കി അതിൻ്റെതായ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കള് ഇവരൊക്കെയും ആത്മഹത്യ ചെയ്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരാണോ എന്നൊന്ന് ചിന്തിക്കണം. പല കുട്ടികളും പഠിക്കാൻ ഇഷ്ടമുള്ള ഫീൽഡുകൾ പാരൻസിൻ്റെ കടന്നുകയറ്റം കാരണം, അത് ബോധമില്ലാത്ത കടന്നുകയറ്റം കാരണം നശിപ്പിക്കുന്നുണ്ടാവും. അവരൊക്കെ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു പരിധി കഴിഞ്ഞിട്ട് കാര്യങ്ങൾ അവരുടെ കയ്യിൽ വരണ സമയം ഉണ്ടാവും. ഈ പെൺകുട്ടിയുടെ അവൻ്റെ കാര്യം പറഞ്ഞാൽ മതി, അവൾക്ക് ഇനി ആരുടെയും ഹെൽപ്പ് വേണ്ട, അപ്പൻ്റെ ആഗ്രഹിക്കുന്ന സഹായിച്ചു കൊടുത്തെല്ലാം കഴിഞ്ഞു, അവളിപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ സെറ്റിലാവാനുള്ള എല്ലാ സെറ്റപ്പ് പോയി, അവർ സ്വയം ചിന്തിച്ചു തുടങ്ങി. അവിടെ അന്ന് അവർ നിങ്ങളെ വെറുത്തു തുടങ്ങും. മനസ്സിലാവണ്ട? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നാട്ടിലെ മാതിരി ഇവിടെ ഒന്നും അങ്ങനത്തെ എന്താ പറയുക വല്ലാതെ കടന്നു കയറ്റം ഉണ്ടാവുന്നത്. കാരണം കടന്നു കയറി കഴിഞ്ഞാൽ പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും നൈസായിട്ട്. അതുകൊണ്ട് അങ്ങനെ കടന്നു കയറാൻ പറ്റില്ല. ആ പിള്ളേർ കാര്യങ്ങളെ സ്വാതന്ത്ര്യം കാര്യങ്ങൾ ഈ രാജ്യം കൊടുക്കുന്നതുകൊണ്ടാ. പക്ഷെ നമ്മുടെ നാട്ടിലെ അവസ്ഥ അതല്ല. മനസ്സിലായണ്ട? എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മക്കള് നമ്മുടെ കുടുംബത്തിന് പോയി കഴിഞ്ഞാൽ കുടുംബം ഇപ്പം 9 കുട്ടികൾ പരീക്ഷയ്ക്ക് മുമ്പേ ആത്മഹത്യ ചെയ്തു. അപ്പം അത്ര കാലം ഈ പ്രഷർ കൊടുത്ത് പഠിപ്പിച്ചവരാരായി? എന്തിനോ വേണ്ടി തിളയ്ക്കണ സാമ്പാർ പോലെ ആയി പോയി അത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊന്നും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ അങ്ങനത്തെ ഒരു പാരൻ്റ് ആണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. നമ്മുടെ മക്കളൊക്കെ ആയിട്ട് തുറന്നൊരു സംസാരം നടത്തുക. വീട്ടിൽ ഒരു നേരമെങ്കിലും കുറച്ച് നേരം 2 മാതാപിതാക്കളില്ലെങ്കിലും ഒരാളെങ്കിലും സംസാരിക്കുക. എന്തൊക്കെയാണ് നിന്റെ വിഷയങ്ങൾ? അപ്പോൾ അവർക്ക് താല്പര്യമുള്ള ഫീൽഡിലേക്ക് വിടുക. നമുക്ക് താല്പര്യമില്ല, നമ്മുടെ താല്പര്യം അവരുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഓക്കെ? അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ശരി.